ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഖുറാനിക് പാർക്കിൽ പോവാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഇതാണ് അതിന്റെ എൻട്രൻസ് ഭാഗം. ഫുൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഞങ്ങൾ ഗേറ്റ് 1-ലാണ് ഇപ്പോൾ. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനി വരാം. അപ്പോൾ ഇവിടെ ഒരു ട്രാക്ക് ഉണ്ട്. സൈക്കിൾ ഓടിക്കാനും നടക്കാനാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് നേരെ കറങ്ങി ഇവിടെയാണ് ഫിനിഷ്. അതെനിക്കറിയാം. പിന്നെ ഇവിടെ ഗ്ലാസ് ഹൗസ് ഉണ്ടെന്നുണ്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടേക്കാണ് ഞങ്ങൾ മെയിനായിട്ടൊന്ന് പോകുന്നുള്ളത്. പിന്നെയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ അറിയിക്കാം. അവിടെ ഒരു മാപ്പ് ഉണ്ട്, ഒരു കുഞ്ഞി കഫേ ഒക്കെ പോലെ. പിന്നെ അതെ ഇവിടെ ഒരു മാപ്പ് ഉണ്ട്. ഇതാണ് ഖുറാനിക് പാർക്കിന്റെ സ്ട്രക്ചർ എന്ന് തോന്നുന്നു. കണ്ടാ നല്ല വലിയ സ്പേസ് ആണ്. പക്ഷെ നല്ല വെയിലുണ്ട്. സമ്മർ ടൈമിലാണ് ഞങ്ങളിപ്പോൾ വന്നത്. വിന്റർ ടൈമിൽ പോകാൻ പറ്റിയ പ്ലേസാണ്. ഔട്ട്ഡോർ എക്സ്പീരിയൻസും ഉണ്ട്, ഇൻഡോർ എക്സ്പീരിയൻസും ഉണ്ട്. ഫാമിലീസിനും ഗ്യാദർ ചെയ്യാനൊക്കെ നല്ല രസമാണ്. ഖുറാനിക് പാർക്ക് എന്ന് പറയുന്ന ഒരു റിലീജിയസ് കൈൻഡ് ഓഫ് പ്ലേസ് ആണ്. പക്ഷെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതായത് ഖുറാന് മുസ്ലിങ്ങളുടെ ഹോളി ബുക്കായ ഖുറാന്റെ ഓരോ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് ട്രീസും സാധനങ്ങളൊക്കെ. ഇവിടെ മെയിൻലി ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു ഗ്ലാസ് ഹൗസ്, അവിടെ ആയിരിക്കും കൂടുതൽ മറ്റു മരങ്ങളും സാധനങ്ങളും പ്രോഫിറ്റ്സും അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്ത് കാണിച്ചു തരാം. വരുമ്പോ ഒരു പ്രെയർ റൂം ഉണ്ട്. അവിടെ തന്നെ എനിക്ക് വാഷ്റൂം ഒന്നും തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ പോകുന്നില്ല. വേണ്ട ഒരു പൂച്ച, അവിടേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ കണ്ട, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫാമിലീസിനൊക്കെ പറ്റിയ പ്ലേസ് ആണ് ഗ്യാദറിങ്സിനൊക്കെ. ഇപ്പൊ നല്ല വെയിലാണ്. പക്ഷെ വെയിലില്ലാത്ത സമയം നോക്കി വന്നാൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ കണ്ടില്ലേ, നിറയെ പൂക്കളും പാർക്കും. ഇവിടെ ഗ്യാദറിങ്സിനൊക്കെ നല്ല സ്ഥലമാണ്. പക്ഷെ എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഗ്യാദറിങ്സ് അലൗഡ് ആണോ എന്ന്, ഫുഡും സാധനങ്ങളൊക്കെ. പക്ഷെ ജസ്റ്റ് ഗ്യാദർ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഇനി ഞാൻ ഫോൾസ് ഇൻഫർമേഷൻ തന്നെന്നാവണ്ട. അപ്പൊ കണ്ടില്ലേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. നല്ലൊരു പീസ്ഫുൾ എൻവിറോൺമെന്റ് ആണ്. പക്ഷെ നല്ല വെയിലുണ്ട്. ഈ ഒരു സമ്മർ ടൈമിൽ ഞാൻ വരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു എൻട്രൻസിൽ കൂടെ പോകുമ്പോഴാണ് നമ്മുടെ ഗ്ലാസ് ഹൗസ് എന്നാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ ഈ വഴി പോയിട്ട് നമുക്ക് ഗ്ലാസ് ഹൗസ് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ, എന്തൊക്കെയുണ്ട് ഇവിടെ, എന്തൊക്കെ ടൈപ്സ് ഓഫ് മുസ്ലിം തിങ്സ് ആണ്, അതായത് ഖുറാന്റെ ബേസ്ഡ് എന്നൊക്കെ ഞാൻ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു അത്ഭുതമായ ഒരു കാഴ്ചയാണിത്. കണ്ടില്ലേ, അതായത് ഒരു പാം ട്രീ അല്ല, വേറെ എന്തോ ഒരു ടൈപ്പ് ട്രീ ആണ്. പക്ഷെ അത് നല്ല രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് കണ്ടില്ലേ, നമുക്കിപ്പോൾ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്തോ ഒരു ടൈപ്പ് ട്രീ എന്തോ ആണ്. എല്ലാം കണ്ടില്ലേ ഫുള്ള്. ഞാൻ കുറച്ചിട്ട് അടുത്ത് വന്നപ്പോഴും മനസ്സിലായി ഇത് ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി മാത്രമല്ല. പക്ഷെ ഇത് കണ്ട, സോളാർ ട്രീസ്. അതായത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കണ്ട, സോളാർ പാനൽസ് ആണ് അറ്റാച്ച്ഡ്. അപ്പോൾ ഇത് ജസ്റ്റ് എൽഡർ പീപ്പിൾക്ക് ഇരിക്കാൻ മാത്രമല്ല, പക്ഷെ സോളാറും ഉണ്ട്. അതൊരു നല്ല ഐഡിയ ആയിരിക്കും. ഇവിടെ നിറച്ച് പാമ്പൊക്കെ ഉണ്ട്. അതുപോലത്തെ കുറച്ചെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടു, അവിടെ ഒരെണ്ണമുണ്ട്. അത് കൂടാതെ ഇവിടെ കുറെ എൽഡർ പീപ്പിൾക്ക് ഇരിക്കാനും നമുക്ക് ഇരിക്കാനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്ഥലം, ലൈക്ക് ഒരു കുഞ്ഞു സീറ്റ്സ് ഉണ്ട്. ഇത് ഒഴിച്ച് വേറെയും കുറേ സ്ഥലമുണ്ട്. ഷെയ്ഡ് കിട്ടുന്ന സ്ഥലമുണ്ട്, ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലമുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ് എനിക്ക് ഇവിടെ വരെ ഉള്ളത് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നും ഇഷ്ടപ്പെടാത്തില്ല. ഇനി മറ്റേ ഗ്ലാസ് ഹൗസും കൂടി കണ്ടിട്ട് വേണം പറയാൻ ഈ ഒരു ലൊക്കേഷൻ മസ്റ്റ് വിസിറ്റ് ആണോ അതോ ജസ്റ്റ് നമുക്ക് കാണാം രസമുണ്ട് എന്നുള്ള സ്ഥലമാണോ. ഒരു കുഞ്ഞൊരു വഴി പോലെയുണ്ട്. അവിടെ വഴിയിൽ എന്താണെന്ന് എനിക്ക് അറിയാവുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഒരു നിറച്ച് ബുഷസ് ഒക്കെ ആയിട്ട് ഒരു വഴി പോലെ കൊടുത്തേക്കും. എന്താണെന്ന് എനിക്ക് നല്ല ആകാംക്ഷയുണ്ട് അറിയാം ഗൈസ്. അതുകൊണ്ട് ഞാൻ ഈ വഴി ഒന്ന് പോയി നോക്കാം. ബൈ ദ വേ, ഞാൻ ഗ്ലാസ് ഹൗസ് കണ്ടുപിടിച്ചു. ഇതിൻ്റെ അപ്പുറത്തായിട്ട് വരും മറ്റേ ഗ്ലാസ് ഹൗസ്. പക്ഷേ അത് ട്രൂ ആണെന്നും കൂടി അറിയണം. നിറയെ ബുഷസ് ഉണ്ട്. ഒരു കുഞ്ഞി പേടിയുണ്ട്, കണ്ടിട്ട് പാമ്പൊക്കെ ഉള്ള പോലെ ഉണ്ട്.
പക്ഷെ പാമ്പൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഉറപ്പ്. കാരണം പബ്ലിക് സ്പേസിൽ ഇങ്ങനെ പാമ്പ് പോകാൻ പാടില്ലല്ലോ. ഒരു ബട്ടർഫ്ലൈ നോക്ക് ക്ലിയർ ആണോ? ഷോ അതെ അതെ കണ്ട നല്ല രസമുള്ള കാക്കയൊക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു വഴിയാട്ടോ, ഒരു പ്ലേ ഏരിയാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു പ്ലേ ഏരിയാന്ന് തോന്നുന്നുണ്ട്. അത് നമുക്ക് ഗ്ലാസസ് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നമ്മളിങ്ങനെ നടന്ന് അതെ ഞാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കണ്ട അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. പ്ലേ ഏരിയ ദാറ്റ് സൈഡ്. പിന്നെ ഉള്ളത് ഗ്ലാസ് ഹൗസ്. നമുക്ക് പോവേണ്ട ലൊക്കേഷൻ ഗ്ലാസ് ഹൗസ്. ഇനി ആ ലൊക്കേഷനാണ് ഇത്. കണ്ടില്ലേ അവിടെ നമുക്കൊരു എൻട്രൻസ് കാണാൻ പറ്റും. അതാണ് ഗ്ലാസ് ഹൗസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ആകാംക്ഷയുണ്ട് ഗ്ലാസ് ഹൗസിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഖുറാനിന്നുള്ളത്. നമ്മൾ നടക്കണ വഴി നിറയെ കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ട്. അതായത് റെഡ്, പേർപ്പിൾ, ബ്ലൂ അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയായിട്ട് എടുപ്പുണ്ട്. നല്ലൊരു ഗ്രീനറി പ്ലേസ് തന്നെയാണിത്. നമ്മൾ ഗ്ലാസ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ്ലി ലൈൻഡ് ആയിട്ടുള്ള ഗ്രാസ് ആണ്. ഒരെണ്ണം പോലും ഭയങ്കര വലുത് ചെറുത് അങ്ങനെ ഒന്നുമില്ല. എല്ലാം നല്ല പെർഫെക്റ്റ്ലി അലൈൻഡ് ആണ്. എങ്ങനെയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഐ വണ്ടർ. ഇതാണിപ്പോൾ ഗ്ലാസ് ഹൗസിൻ്റെ വ്യൂ, പുറത്തുള്ള വ്യൂ. ഇതിൽ കുറേ കിളികളുണ്ട്. കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കുറേ കിളികൾ ഇങ്ങനെ ഓരോ കുഞ്ഞു കുരുവികളും സാധനങ്ങളൊക്കെ നല്ല ഒച്ച ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു സുഖമുണ്ട്. വൈദ്യവേ പിന്നെയും നമുക്ക് കാണാൻ പറ്റും ആ ഏരിയയിലോട്ട് പോകുമ്പോൾ പ്ലേ ഹൗസ്. പിന്നെ ഇവിടെ ആ ഏരിയയിലോട്ട് പോകുമ്പോൾ ഒരു മിറാക്കിൾ കേവ് ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല. മെയിൻലി ഞാൻ ഇവിടേക്ക് വന്നത് ഈ ഗ്ലാസ് ഹൗസ് കാണാനാണ്. അപ്പോൾ ഗ്ലാസ് ഹൗസിൻ്റെ അവിടേക്ക് എൻട്രി ടിക്കറ്റ് ഉണ്ട്. അത് പെർ പേഴ്സൺ 5 dirhams ആണ്. അപ്പോൾ ഞങ്ങൾ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ പോവാണ്. നോക്ക്, ഇവിടെ ഒരു ഒലിവ് ട്രീ ആണ് കാണുന്നുള്ളത്. കണ്ട ഒലിവ് ട്രീ. പിന്നെ ഇവിടെ കുറേ ഉണ്ട്. നമുക്ക് ആ ഒലിവ് ട്രീയുടെ ഹിസ്റ്ററി നോക്കാം. ഇതാണ് ഒലിവ് ട്രീൻ്റെ ഇവിടെ എഴുതിയേക്കുന്നത്. മെൻഷൻഡ് ഇൻ ഖുറാൻ ആൻഡ് സുന്നയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ബ്യൂട്ടിഫുൾ തിങ്സ് ഉണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് കയറുമ്പോൾ തന്നെ ഫുള്ള് കാണണം തോന്നും. കണ്ട കുറേ സാധനങ്ങൾ കാണാനുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഓർക്കിഡ് മാപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫുള്ള് ഡൗൺ ഫ്ലോർ നോക്കിയിട്ട് മുകളിലോട്ട് പോവാം. ഡൗൺ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ നോക്കുമ്പോഴാണ് നമ്മൾ മുകളിൽ കൂടെ പോയാൽ നമുക്ക് താഴത്തെ കുറേ വ്യൂ കിട്ടും, ക്യാമറ വ്യൂ കിട്ടും. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നത്. അതെ, ഫുൾ തിങ്സ് ഞാൻ കാണിക്കുന്നില്ല. ഫുൾ തിങ്സ് കാണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കാണണ്ടേ. അതുകൊണ്ട് ഫുൾ തിങ്സ് കാണിക്കുന്നില്ല. കണ്ടോ നല്ല രസമുണ്ട്. കണ്ടോ ഗ്ലാസ് ഹൗസ്. ഗ്ലാസ് ഹൗസ് ആയതുകൊണ്ട് ഇതിലൊന്നും ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഗ്ലാസ് ഹൗസിൻ്റെ ഒരു പ്രത്യേകത. ആക്ച്വലി നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് ഗ്ലാസ് ഹൗസ് ആയിട്ടെന്നല്ല, ഗ്രീൻ ഹൗസ് എന്നാണ് പറയുക. പക്ഷെ ഇതിനെന്തായാലും ഗ്ലാസ് ഹൗസ് എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും ടോപ്പിൽ പോയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഉള്ളോട്ട് നടക്കുന്ന വഴിയിൽ തന്നെ നമുക്ക് കണ്ടില്ലേ, നമ്മൾ ഇത്രയും നേരം നടന്നതും നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഓവറോൾ വ്യൂ. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ
കണ്ടോ? ഇതെന്ത് മെറ്റീരിയലാണ്? ഇനി തൊടാൻ പാടോ? ഇത് നമുക്ക് തൊടാനൊക്കെ പറ്റും. തൊട്ടപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് ഈ ട്രീ ഒറിജിനൽ അല്ല. ഞാൻ സത്യമായിട്ട് ഒറിജിനൽ എന്നൊക്കെ വിചാരിച്ചിട്ട് അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് ഇത് ഒറിജിനൽ അല്ല. കൈൻഡ് ഓഫ് ചെറുതായിട്ടൊന്ന് ഡിസപ്പോയിന്റ് ആയി. കണ്ടോ? അവിടെ ഒരു കുഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഞാൻ പോകണം. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു സെൻട്രൽ വ്യൂ പോലെ കിട്ടും. ഇനി നമ്മൾക്ക് ഇവിടേക്ക് ഇറങ്ങാൻ പോണത്. അപ്പം ഞാൻ ഈ വ്യൂസൊക്കെ അവിടെ നിന്ന് കാണിക്കും. മസ്റ്റ് വിസിറ്റ് ആണ്. മറ്റേ ഈ ഗ്ലാസ് ഹൗസൊക്കെ നല്ല മസ്റ്റ് വിസിറ്റ് സ്ഥലമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. നല്ല രസമാണ്. ഇത് കണ്ടോ? നമുക്കൊരു പീസ്ഫുൾ എൻവിറോൺമെൻ്റ് ആണ്. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് മറ്റേ വാട്ടർ ഫൗണ്ടനാണ്. കാരണം അവിടുത്തെ കാണുമ്പോൾ തന്നെ എനിക്ക് നീന്താനും ആ വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ്. നല്ല ക്ലിയർ വാട്ടറായിട്ടാണ് തോന്നുന്നത്. അത് നമുക്കറിയാം, അത് ക്ലിയർ ആണ്, പക്ഷെ കുടിക്കാൻ പറ്റുന്ന അത്രയും ക്ലിയർ അല്ല. പക്ഷെ എന്നാലും നമുക്ക് കുടിക്കാൻ തന്നെ തോന്നും. ഇവിടെ ഒരു ഹമ്പ് പോലെ ഉണ്ട്, കണ്ടൊരു കേവ് പോലെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ ഒരു ഭാഗമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അവിടെ ഒരു കുഞ്ഞി കഫേ പോലെ ഉണ്ട്. അതായത് വെള്ളം വാങ്ങാം, കോഫി കുടിക്കാം, അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി ഞാൻ അങ്ങോട്ട് നടക്കണം. വലിയ ദൂരമൊന്നുമില്ല. ഇതേ കണ്ടത് ഇവിടെ ആണെങ്കിൽ ഇത് ഈ ഒരു ഭാഗമായിട്ടായിരിക്കും. കണ്ടോ? ഇവിടെ കോഫി കഫേ എന്നൊക്കെ പറയാൻ പറ്റില്ല, പക്ഷെ എന്നാൽ കഫേ എന്ന് പറയാനും പറ്റും. ഇതേ കണ്ടില്ലേ? ഇവിടെ കഫേ, പിന്നെ ഇവിടെ എന്തോ. അപ്പം ഞങ്ങളിവിടെ ഒരു സൊവന്യൂർ എടുക്കുന്നുണ്ട്, പെന്നി സൊവന്യൂർ. അപ്പം ഞങ്ങൾ കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് സ്പിന്നി ആണെന്ന് അവർ പറഞ്ഞേക്കണേ. കണ്ടോ? മാമ പറഞ്ഞാലൊക്കെ പോയെങ്കിൽ ഖുറാനിക്, അയ്യോ കാണുന്നില്ലേ, ഖുറാനിക് പാർക്ക് സൊവന്യൂർ, പെനി സൊവന്യൂർ. അത് ചമ്മന്തി നമ്മളിങ്ങനെ ടേൺ ചെയ്ത് കയ്യിലത്തെ ശക്തി ഗുണം കളഞ്ഞിട്ട് ചമ്മന്തി. അതെന്താ? അതാണ് ഓ, നമ്മളത് ഡിസൈൻ പ്രസ് ചെയ്യണോ അല്ലേ? അയ്യേ, ഉമ്മാക്ക് ഇത് പ്രസ് ചെയ്താൽ പോരായിരുന്നില്ലേ? എനിക്കിതായിരുന്നു വേണ്ടത് ഗൈസ്, പക്ഷെ ഉമ്മ ഇതാ പ്രസ് ചെയ്തത്. കുഴപ്പമില്ല, എനിക്കിനി കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഇന്നിപ്പോൾ വെള്ളം കിട്ടി, അപ്പോൾ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾ വരുമ്പോൾ കാശ് കൊണ്ടുവരണം. കാർഡ് ഇവിടെ കോഫി വാങ്ങാനും ചായ വാങ്ങാനും ഒന്നിനും എടുക്കൂല, അപ്പോൾ ക്യാഷ് കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഞാൻ വീട്ടിൽ വന്നിട്ട് പറയണതാണ്. അതായത് ഞങ്ങൾക്ക് ആ കേവിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മിറാക്കിൾ കേവിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ നല്ലോണം കരയായിരുന്നു, പിന്നെ ചൂടായിരുന്നു, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ഞാൻ ഇറക്കുന്നതായിരിക്കും. അതുവരെ ഈ വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതൊരു മസ്റ്റ് ഗോ സ്ഥലമാണ്. ബൈ.